റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്കും അതിലൂടെ ആ പ്രദേശങ്ങളിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം വ്യാപിക്കാനും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാനും കാരണമായ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ എന്ന് പറയുന്നത് റസൂലിൻ്റെ ജീവിതത്തിലെ ത്യാഗനിർഭരമായ അനുഭവമാണ് എന്ന് നമുക്കറിയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹിജറയിൽ നിന്ന് ലോകത്തുള്ള വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും വായിച്ചെടുക്കാനുമൊക്കെ ഉണ്ട്. അതിലെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്നാമത്തെ കാര്യം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശമാണ്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന എന്ത് നന്മയാവട്ടെ, എന്തൊരു സൽക്കർമ്മമാവട്ടെ, അതിന് പുണ്യം കിട്ടുന്നത് നമ്മുടെ നിയ്യത്ത് ശരിയാകുമ്പോഴാണ്, ഉദ്ദേശം ശരിയാകുമ്പോഴാണ്. ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം വീടും നാടും കുടുംബവും പറമ്പും തോട്ടങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഒഴിവാക്കി അന്യനാട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആ സ്വഹാബെ കിറാമിനെ പിടിച്ചു നിർത്തിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഓരോരുത്തരോടും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും നിങ്ങളുടെ നിയ്യത്തിനനുസരിച്ചിട്ടാണ്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എന്താണോ ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചത് അതാണ് അവന് കിട്ടുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും റസൂലിനും വേണ്ടിയിട്ടാണ് ഒരാൾ ഹിജ്റ ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ തന്നെയാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ അൻകിഹുഹാ ഫഹിജ്റതുഹു മാ ഹാജറ ഇലൈഹി. ഇനി ഒരാൾ ഹിജ്റ ചെയ്യുന്നത് ദുനിയാവ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെയാണ് അവന് കിട്ടുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഏറ്റവും ഒന്നാമതായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കൂടിയാണിത്. ഈ ഹദീസ്, ഈ ഒരു വർത്തമാനം, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും നിങ്ങളുടെ നിയ്യത്തിനനുസരിച്ചിട്ടാണ് എന്ന് സ്വഹാബെ കിറാമിനോട് പറയാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ഹിജ്റ പോകുന്ന സമയത്ത് വളരെ സൗന്ദര്യവും സാമ്പത്തിക ശേഷിയുമുള്ള ഉമ്മു ഹൈസാൻ എന്ന് പറയുന്നൊരു സഹോദരിയെ വിവാഹാലോചന നടത്തിയപ്പോൾ അവരുടെ കുടുംബം പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഹിജ്റ പോകുകയാണ്, അപ്പം ഞങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം പലായനം ചെയ്യാതെ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞതിനുള്ള മറുപടി എന്ന നിലക്ക് ആ സ്വഹാബി ഹിജ്റയ്ക്ക് തയ്യാറായപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരമൊരു വർത്തമാനം അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഹിജ്റ പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി വിശ്വാസിയാണ്, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോക്കിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വിവാഹമായിരുന്നു. ഒന്നാമത്തെ ലക്ഷ്യം, നിയ്യത്തെന്ന് പറയുന്നത് അങ്ങോട്ട് ഹിജ്റ പോകുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പെണ്ണിനെ ആഗ്രഹിച്ച് പോയവൻ അത് കിട്ടും. ഇനി മദീനയിൽ ചെന്ന് അവിടെ കച്ചവടമൊക്കെ തുടങ്ങി, ബിസിനസ്സൊക്കെ തുടങ്ങി അവിടെ അങ്ങനെ കൂടാം എന്ന ലക്ഷ്യത്തിലാണ് പോകുന്നതെങ്കിൽ അതാണ് കിട്ടുക. അല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പാണ് ലക്ഷ്യം, അത് മുമ്പിൽ കണ്ടാണ് പോകുന്നതെങ്കിൽ അതങ്ങനെയും കിട്ടും. പ്രിയമുള്ളവരെ, ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, ഇത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ്. നിയ്യത്ത് നല്ലതാവണം. നമ്മുടെ നിയ്യത്ത്
വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇഖ്ലാസുള്ള, ഇഹ്സാനുള്ള, അത് കൃത്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതവും സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ നിയ്യത്തിലും മാറ്റം വരുന്നു എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മളൊക്കെയും വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. നമുക്കൊക്കെ ചില നമ്മളൊക്കെ ഇടപെടുന്ന ചില മേഖലകളിൽ ഒരുപക്ഷെ നമുക്കൊക്കെ ഉള്ള അനുഭവങ്ങളായിരിക്കും, ഒരുപക്ഷെ നമുക്കും അത്തരം മാനസികാവസ്ഥയുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ അവർ സ്വതക്ക ചെയ്യും, സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചവരായിരിക്കും. തൻ്റെ വീട്ടിന് മുമ്പിൽ ആരെങ്കിലൊക്കെ വരുമ്പോൾ സ്വതക്ക കൊടുക്കാനൊക്കെ മനസ്സുണ്ടാകും. പക്ഷെ ചിലപ്പോൾ വരുന്ന ആളുകളെ എണ്ണം കൂടുമ്പോൾ ഒരു സംഖ്യ, അതിൽ ആൾ കമ്മിയാകുമ്പോൾ മറ്റൊരു സംഖ്യ. ഇനി ഇങ്ങനെ പള്ളിയിലൊക്കെ പിരിക്കുന്ന പോലെ ബക്കറ്റ് ഇങ്ങനെ വെച്ചൊക്കെ പിരിക്കുകയാണെങ്കിൽ അതിലും ചെറിയ സംഖ്യ. ഇതൊക്കെ നിയ്യത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടാവും. അതേസമയം നിയ്യത്തിൽ ഇഖ്ലാസുള്ള ആളാണെങ്കിൽ ആൾ കുറഞ്ഞാലും കൂടിയാലും കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൊടുക്കും. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ. ചിലപ്പോൾ വന്ന ആളുകളുടെ കൂട്ടത്തിൽ വേണ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ കൊടുക്കുന്ന സംഖ്യ ഒന്ന് കൂടി വരും. അങ്ങനൊന്നും ഇല്ലെങ്കിലോ ഏറ്റവും ചെറിയ സംഖ്യ. ഞാൻ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് നിയ്യത്ത് കൃത്യമല്ലെങ്കിൽ, ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ അത് പാഴ്വേലയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ചില ആളുകളൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, ചില വീടുകളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഹജ്ജ് ചെയ്ത ആളുകളൊക്കെ ആയിരിക്കും. ചില ആളുകൾ പറയാറുണ്ട്, ഞാനിത് 3ാമത്തെ ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ കൊടുന്ന പാത്രമാണ് എന്നൊക്കെ പറയാറുണ്ട് ചില ആളുകൾ. ഞാനിത് 5ാമത്തെ ഉംറയ്ക്ക് പോയപ്പോൾ മേടിച്ചതാണ്. ഇങ്ങനെയൊക്കെ ചില ലളിതമായ ചില ഡയലോഗൊക്കെ അടിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഉദ്ദേശം അതാണ്. ഞാൻ 3ാമത്തെ ഹജ്ജിനും പോയിട്ടുണ്ട്, 4 അല്ല 5 ഉംറയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പലതും. ഒരു ഹജ്ജിൻ്റെ ഉംറൻ്റെയും വിഷയം മാത്രമല്ല, സ്വതക്കയുടെ വിഷയം മാത്രമല്ല, ഒരു നോമ്പെടുക്കുകയാണെങ്കിൽ പോലും ആ നോമ്പിൽ പോലും പലതരം നിയ്യത്ത് കടന്നു വരാറില്ലേ. ഞാൻ പറഞ്ഞു വന്നത്, എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാവട്ടെ ആ ചെയ്യുന്നിടത്ത് നമുക്ക് ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ, നിയ്യത്തിൽ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നുമില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് ഹിജറയുമായി ബന്ധപ്പെട്ടൊരു പശ്ചാത്തലത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തുള്ള വിശ്വാസി സമൂഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നൊരു മെസ്സേജാണ്. അതേസമയം നിങ്ങൾ നോക്കൂ, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത രോഗികളായ സ്വഹാബികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ. തബൂക്ക് യുദ്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുക സഹാബിമാർ. അങ്ങനെ ഓരോ കുന്നും മലകളും താണ്ടി മറിഞ്ഞ് തബൂക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലഖദ് തറക്തും ബിൽ മദീന അക്വാമൻ, നിങ്ങൾ മദീനയിൽ ഒരു സമൂഹത്തെ ഒഴിവാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. മാ സിർതും മസീറൻ വല അൻഫഖ്തും മിൻ നഫഖത്തിൻ വല ഖതഅതും മിൻ വാദിൻ ഇല്ലാ വഹുവ മഅകും. മദീനയിൽ ചില ആളുകളുണ്ട്, അവർ നിങ്ങൾക്കൊപ്പമല്ല. പക്ഷെ നിങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഓരോ കുന്നും ചെരുവും താണ്ടി മറിഞ്ഞു പോകുമ്പോഴും അവർ നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾക്കുള്ള ഫലം അവർക്കും പടച്ചറബ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, ഖാലു യാ റസൂലല്ലാഹ് വകൈഫ യകൂനൂന മഅനാ വഹും ബിൽ മദീന. എങ്ങനെ റസൂലെ അവർ ഞങ്ങൾക്കൊപ്പമാകുക? ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളാണ്. ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരാതെ രോഗികളായിട്ട് മദീനയിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് റസൂലെ ഞങ്ങൾക്കൊപ്പം ഉള്ളവരാണെന്ന് താങ്കൾ പറയുക? ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്ത മറുപടി, നിങ്ങൾക്കൊപ്പം തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ ആത്മാർത്ഥമായ നിയ്യത്തുള്ള ആളുകളാണവർ. പക്ഷേ രോഗം കാരണം അവർക്ക് നിങ്ങൾക്കൊപ്പം വരാൻ കഴിഞ്ഞിട്ടില്ല. രോഗികളായതുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അവർ മദീനയിലാണ്, പക്ഷെ മനസ്സ് നിങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് ആ തബൂക്കിൽ പങ്കെടുത്തതിന് തുല്യമായ ഫലം അവർക്കും പടച്ചിറബ് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, ഹിജറയിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നന്മകൾ ചെയ്യുന്നവർ എന്ന നിലക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉദ്ദേശശുദ്ധിയും നിഷ്കളങ്കമായ നിലപാടുമുണ്ടാകണം. അതില്ലെങ്കിൽ ആ കർമ്മങ്ങളൊന്നും സ്വീകാര്യമല്ല
നിങ്ങളുടെ നിയ്യത്തുകൾക്കനുസരിച്ചാണ് പടച്ചറബ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും പുണ്യം തരുന്നതും തരാതിരിക്കുന്നതും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെ കൃത്യമായി ആലോചിക്കാനും വിലയിരുത്താനും നമുക്ക് സാധിക്കണം. രണ്ടാമതായി, ഹിജറയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടൊന്നിനു വേണ്ടി ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ, എന്തും ത്യജിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് വിശ്വാസികൾ എന്നുള്ള ഒരു വലിയ പാഠം ഹിജറ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ നെഞ്ചിലേറ്റുന്ന അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടും, ചിലതൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവരാണോ നിങ്ങൾ? അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനിൻ്റെ വഴിയിലൂടെ സ്വർഗമെന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ആ ദീനിന് ശക്തി പകരാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടും, അല്ല നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ ചില സൗഹൃദങ്ങളാകാം, ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളാകാം, നിങ്ങളുടെ വീടായിരിക്കാം, നാടായിരിക്കാം, ജനിച്ചു വളർന്ന നാടായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അധികാരമായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങളായിരിക്കാം, പരിഗണനയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെയായിരിക്കാം. ഇങ്ങനെ വിലപ്പെട്ടതെന്തും ഒരുപക്ഷെ ദീനിന് വേണ്ടി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ദീനിൻ്റെ വഴിയിലൂടെ സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്കെത്താൻ സാധിക്കുകയുള്ളൂ എന്ന പാഠം ഹിജറ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ നിന്നിറങ്ങി മക്കയോട് വിട പറയുന്ന ഒരു വൈകാരികമായ രംഗമുണ്ട്. ജനിച്ചു കളിച്ചു വളർന്ന സ്വന്തം നാട് അത് ഒഴിവാക്കേണ്ടി വരിക എന്നത് വല്ലാത്തൊരു വേദനയുള്ള കാര്യമാണ്. സ്വന്തം നാടിൻ്റെ അതിർത്തി കടക്കുമ്പോൾ സൗർ ഗുഹയിൽ നിന്നിറങ്ങി അങ്ങനെ മക്കയുടെ ബോർഡർ കടക്കുന്ന സമയത്ത് മക്കയോട് അവസാനമായിട്ട് വിട പറയുമ്പോൾ, ജന്മനാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് ആ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്. വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ മണ്ണ് നീയാണ്. ഞാൻ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, പടച്ച റബ്ബിനും ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ മക്കയെയാണ്. നിന്റെ ജനം, എൻ്റെ ജനം ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല എന്ന് വളരെ വേദനയോടുകൂടി സ്വന്തം ജന്മനാട്ടിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആ മക്കയുടെ അതിർത്തി കടക്കാൻ നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്വന്തം നാട്, സ്വന്തം വീട്, ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, ഇതൊക്കെ നമുക്ക് വല്ലാത്ത വേദനയുണ്ടാക്കുന്ന സംഗതികളാണ് ചില സമയത്ത്. ഇതിനൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്ത ത്യാഗമാണ്. ഹിജറയിലെ ത്യാഗത്തിൻ്റെ വഴിയിൽ ഇത്തരം ചില ചിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. വറിയും ചില ചിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാടിനെ വിട്ടുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ചില വർത്തമാനങ്ങൾ എന്ന് മാത്രമല്ല, സ്വഹാബെ കിറാമിൻ്റെ ചില ചരിത്രങ്ങൾ വായിക്കാൻ കഴിയും. നമ്മളിപ്പോഴും കേൾക്കുന്നൊരു ചരിത്രമാണ് ഉമ്മു സലമയുടെയും അബി സലമയുടെയും ചരിത്രം. ഉമ്മു സലമ, അവരുടെ ഭർത്താവ് അബൂ സലമ, രണ്ടുപേരും അവരുടെ കുട്ടിയുമുണ്ട്. രണ്ടുപേരും കൂടി ഒട്ടകപ്പുറത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ഉമ്മു സലമയുടെ ഗോത്രക്കാർ ഒട്ടകപ്പുറത്ത് അവരെ പിടിച്ചിറക്കുകയാണ്. നീ എങ്ങോട്ടാണ് പോകുന്നത്? അബൂ സലമയോട് ഉമ്മു സലമയുടെ ഗോത്രക്കാർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട മകളെ കൊണ്ട്, കുട്ടിയെ കൊണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ പോയിട്ട് നിന്നെ ആര് നോക്കാനാണ്? ആര് സംരക്ഷിക്കാനാണ്? എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മു സലമയെ അവരുടെ ഗോത്രക്കാർ ഒട്ടകപ്പുറത്ത് നിന്ന് പിടിച്ചു വലിച്ചിറക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് കെഞ്ചി പറയുന്നുണ്ട്, പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അവസാനം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ പൊയ്ക്കോ, ഞാനിവിടെ
എങ്ങനെയെങ്കിലൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കാം. അവിടെ എത്തുമ്പോൾ റസൂലിനോട് കാര്യങ്ങൾ പറയണം. എൻ്റെ സലാം റസൂലിനോട് പറയണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താങ്കൾ റസൂലിനോട് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മു സലമ തൻ്റെ ഭർത്താവ് അബൂ സലമയെ ഹിജ്റവേളയിൽ മദീനയിലേക്ക് യാത്ര അയക്കുകയാണ്. ഇതറിഞ്ഞ അബൂ സലമയുടെ ഗോത്രക്കാർ വരുന്നുണ്ട്. അബൂ സലമയുടെ ഗോത്രക്കാർ വരുന്നു. അങ്ങനെ ഉമ്മു സലമയുടെ കയ്യിലുള്ള കുട്ടിയെ അവർ പിടിച്ചു വലിക്കുകയാണ്. ഞങ്ങളെ കുട്ടിയാണത്. അങ്ങനെ അബൂ സലമയുടെ ഗോത്രക്കാർ ഉമ്മു സലമയുടെ കയ്യിലുള്ള കുട്ടിയെ പിടിച്ചു വലിച്ചെടുക്കുന്നു. ഞങ്ങളത് വിട്ടുതരില്ല. അവസാനം ചരിത്രം പറയുന്നുണ്ട്, ആ പിടിവലിയിൽ ആ പിഞ്ചുകുട്ടിയുടെ കൈ ഒടിഞ്ഞ് തൂങ്ങിപ്പോയി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. തൂങ്ങിയാടി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട ഉമ്മു സലമ 1 വർഷം അങ്ങനെ അവിടെ കഴിയുകയാണ്. യാത്രാ സംഘങ്ങൾ പോകുമ്പോൾ കത്തുകൾ ഇങ്ങനെ എഴുതി കൊടുത്തയക്കും, വിവരങ്ങളൊക്കെ അറിയും. അവസാനം ഈ അവസ്ഥ കണ്ടിട്ട് 2 ഗോത്രങ്ങൾക്കും മനസ്സറിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ഉമ്മു സലമ ഒരു ഭാഗത്ത്, ഭർത്താവ് മറ്റൊരു ഭാഗത്ത്, കുട്ടി വേറൊരു ഭാഗത്ത്. ഈ അവസ്ഥ കണ്ടിട്ട് ഈ 2 ഗോത്രത്തിലെയും ആളുകൾക്ക് മനസ്സറിഞ്ഞ് സിമ്പതി തോന്നിയിട്ട് അവര് ഉമ്മു സലമയോട് മദീനയിലേക്ക് പൊയ്ക്കൊള്ളാൻ അനുവാദം കൊടുക്കുകയാണ്. അവസാനം പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മദീനയിൽ എത്തുന്ന സമയം എങ്ങനെയെന്നറിയോ? ആ അവസരം അവിടെ എത്തുമ്പോഴേക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് പറ്റിയൊരു മുറിവ്, അത് പഴുത്ത് അത് വല്ലാതെ വേദനിച്ച് മരണാസന്നനായി കിടക്കുന്നൊരു സമയത്താണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവസാനം മദീനയിലേക്ക്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, സ്വന്തം മകനെ, സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോഴും പടച്ചറബിൻ്റെ ദീനിന് വേണ്ടി അത് സഹിക്കാൻ തയ്യാറായി ഉറച്ചു നിന്ന ആ മഹദിയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ ഹിജ്റ വരച്ച് കാണിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തും ത്യജിക്കാൻ, എന്തും ഒഴിവാക്കാൻ, വെടിയാൻ തയ്യാറാകുമ്പോഴാണ് നിങ്ങൾക്ക് ദീനിൻ്റെ വഴിയിലൂടെ സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക എന്ന. സുഹൈബ് റൂമിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. റോമക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മക്കയിലേക്ക് വരുന്നത് യാതൊന്നും കയ്യിലില്ലാത്ത ദരിദ്രനായ അവസ്ഥയിലാണ്. അങ്ങനെ വന്ന് കച്ചവടം നടത്തി ഒരുപാട് സമ്പാദിച്ചു കോടീശ്വരനായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തൻ്റെ ഒട്ടകക്കൂട്ടങ്ങളും സമ്പത്തുമൊക്കെയായിട്ട് മദീനയിലേക്ക് ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഹിജ്റ പോകാൻ നിൽക്കുമ്പോൾ അതിർത്തിയിൽ വെച്ചുകൊണ്ട് കുറേ ശത്രുക്കൾ തടയുന്നുണ്ട്. തടഞ്ഞു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് നീ റോമിൽ നിന്ന് വന്നത് ഒന്നുമില്ലാത്തവനായിട്ടാണ്, ദരിദ്രനായിട്ടാണ്. നീ കാണുന്ന സമ്പത്തൊക്കെയും സമ്പാദിച്ചത് ഞങ്ങളെ നാട്ടിൽ കൂടിയ ശേഷമാണ്. അതുകൊണ്ട് ഇതൊക്കെ പാടെ കൂടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് നീ വിചാരിക്കണ്ട. ഞങ്ങളെ നാട്ടിൽ വന്നുണ്ടാക്കിയ ഈ കോടിക്കണക്കിന് രൂപ വരുന്ന ഈ മുതലുമായിട്ട് ഒട്ടകക്കൂട്ടങ്ങളുമൊക്കെയായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം എന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഈ സമയം സുഹൈബ് റൂമി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഞാൻ ഒഴിവാക്കി തരികയാണെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് പോകാൻ നിങ്ങൾ എന്നെ സമ്മതിക്കോ? ഖാലു നഅം. അവർ പറഞ്ഞു, പോയിക്കോ, നീ പോകുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ നാട്ടിൽ നിന്ന് നീ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഇവിടെ വിറ്റേച്ച് പോവുകയാണെങ്കിൽ നിനക്ക് പോകാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഈ സമയം അദ്ദേഹം പറയുന്നൊരു വർത്തമാനം, ഫഇന്നീ ഖദ് ജഅൽതു ലക്കും മാലി, എങ്കിൽ ഞാനിതാ രാവും പകലും ഊണും ഉറക്കവും ഒഴിച്ച് ഈ മക്കയുടെ മണ്ണിൽ കിടന്നുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ, ഈ ഒട്ടകക്കൂട്ടങ്ങളെ മുഴുവൻ, എൻ്റെ തോട്ടങ്ങൾ മുഴുവൻ ഞാനിതാ ഇവിടെ വിട്ടേച്ചു കൊണ്ടുപോകുന്നു. എനിക്കത് ആവശ്യമില്ല. എനിക്കെൻ്റെ ദീനാണ് വലുത്, നിങ്ങൾ വിടണം. അങ്ങനെ ഈ സുഹൈബ് റൂമി എന്ന് പറയുന്ന മഹാനായ സ്വഹാബി വര്യൻ അദ്ദേഹം മദീനയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാം ഒഴിവാക്കിയിട്ട് മദീനയിലേക്ക് എത്തിയ ഈ സുഹൈബ് റൂമിയെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിറക്കണ്ണുകളോടെ സ്വീകരിച്ചിട്ട് പറയുന്നുണ്ട്, റബിഹ സുഹൈബ്, സുഹൈബ് വിജയിച്ചിരിക്കുന്നു, സുഹൈബ് വിജയിച്ചിരിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിറക്കണ്ണുകളോടെ ആ സുഹൈബിനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ വർത്തമാനമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ഒഴിവാക്കലിൻ്റെ, ഇഷ്ടപ്പെട്ടതെന്തും ദീനിന് വേണ്ടി മാത്രം വെടിയുന്നതിൻ്റെ എത്രയോ എത്രയോ ചിത്രങ്ങൾ ഹിജ്റയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ലോകത്തുള്ള വിശ്വാസി സമൂഹത്തോട് ഹിജ്റ ഓരോ വർഷവും ഹിജ്റയെക്കുറിച്ച് ഓർക്കുമ്പോൾ
ആ ഹിജ്റ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠം, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാഠം, സ്വർഗമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയായിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദീനിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സംരക്ഷണത്തിനും ആ ദീനിൻ്റെ ശക്തിപ്പെടുത്തലിനും വേണ്ടി ജീവിതത്തിൽ വിലപ്പെട്ടതെന്തും ഒഴിവാക്കാനും വെടിയാനും ത്യജിക്കാനും തയ്യാറാകേണ്ടതുണ്ട് എന്ന വല്ലാത്തൊരു സന്ദേശം ലോകത്തോട് ഹിജ്റ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഹിജ്റയിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊന്ന്, ജീവിതത്തിൽ നല്ല കൂട്ടുകാരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ദുനിയാവിലും പരലോകത്തും അത്തരം കൂട്ടുകാർ നമുക്ക് ഉപകാരപ്പെടുകയും വേണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റയ്ക്ക് അനുവാദം കിട്ടിയാൽ നമുക്കും പോകണമെന്നൊരു വെറും വർത്തമാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോ പറഞ്ഞപ്പോൾ 4 മാസത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ്. അവസാനം ഹിജ്റയ്ക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനുള്ള ഹിജ്റയ്ക്കുള്ള അനുവാദം അള്ളാഹു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരുങ്ങാൻ വേണ്ടി പറയുകയാണ്. ഈ പറഞ്ഞ സമയത്തെക്കുറിച്ച് മകൾ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഹബീബിനോടൊപ്പം ഉറ്റ സുഹൃത്തായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം കിട്ടിയിരിക്കുന്നു, പെർമിഷൻ തന്നിരിക്കുന്നു എന്ന വിവരം എൻ്റെ ഉപ്പാക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഉപ്പ കരയുന്നത് പോലെ, സന്തോഷം കൊണ്ട് കരയുന്നത് പോലെ ഒരാളും അങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്ന് വൈകുന്നേരം വരെയും സന്തോഷം കൊണ്ട് എൻ്റെ ഉപ്പ കരയായിരുന്നു എന്നാ പറഞ്ഞേ. എന്താ സന്തോഷം? എൻ്റെ ഹബീബിൻ്റെ കൂടെ, എൻ്റെ ഉറ്റ സുഹൃത്ത് ഹബീബിൻ്റെ കൂടെ ആ മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്നോർത്ത സന്തോഷം കൊണ്ട് വൈകുന്നേരം വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. വേറൊരാളും സന്തോഷം കൊണ്ട് ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുക. ഈ അബൂബക്കർ എന്ന സുഹൃത്ത് യാത്രയിലുടനീളം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രമാത്രം കെയർ കൊടുത്തു എന്ന്, ശ്രദ്ധ കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിജ്റയെ പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്തു, പ്രശംസിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ പറയുന്നു എന്ന് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അബൂബക്കറിൻ്റെ ഒരു രാവിന് എൻ്റെ കുടുംബം ഒന്നിച്ചു നിന്നാലും മതിയാവില്ല, പകരമാവില്ല. എന്താ പറഞ്ഞേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ സ്വർഗാവകാശിയാണെന്ന് റസൂൽ വാഗ്ദാനം കൊടുത്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രാവിന് എൻ്റെ കുടുംബം ഒന്നിച്ചു നിന്നാലും മതിയാവില്ല, പകരമാവില്ല. എന്നിട്ട് എന്താ അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞെന്നറിയോ? ഹിജ്റ വേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ യാത്രയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചേ. റസൂലിൻ്റെ മുമ്പിലും പിന്നിലും ഇടത്തും വലത്തുമായിട്ടുള്ള യാത്ര, ഒരു ദിവസമോ ഒരു മണിക്കൂറോ അല്ല, സൗർവഹയിൽ നിന്ന് മദീനയിലെത്തിയ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന യാത്രയെ നിങ്ങൾ നോക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറേ സമയം റസൂലിന് മുമ്പിൽ നടക്കും. ഇപ്പോൾ പേടിയാ, പിന്നിൽ നിന്ന് ആർക്ക് റസൂലിനെ വല്ലതും ചെയ്യോ, ഉടനെ പിന്നിലേക്ക് വരും. അപ്പോഴും ബേജാറാ, പിന്നെ വലതു ഭാഗത്ത് കൂടെ നടക്കും, കുറച്ച് കഴിഞ്ഞ് ഇടതു ഭാഗത്ത്. ഇങ്ങനെ സൗർ ഗുഹയിൽ നിന്നിറങ്ങിയിട്ട് മദീനയിലേക്ക് എത്താനെടുത്ത 4-5 ദിവസം വരെ യാത്രയുടെ ഓരോ നിമിഷവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്തും വലത്തും മുമ്പിലും പിന്നിലൊക്കെ നിന്നിട്ട് ആ റസൂലിന്, ഉറ്റ സുഹൃത്തിന് സംരക്ഷണം കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചിത്രം നോക്കൂ നിങ്ങൾ. ഹിജ്റ പഠിപ്പിക്കുന്നൊരു പാഠമാണ്. പറഞ്ഞു വന്നത്, നല്ല കൂട്ടുകാരുണ്ടാകണം, ദുനിയാവിലും പരലോകത്തും ഉപകാരപ്പെടുന്ന കൂട്ടുകാർ, നമ്മുടെ ഈമാനിന് വിശ്വാസത്തിന് കരുത്തു പകരുന്ന, ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ധൈര്യം തന്ന് ഒപ്പം നിൽക്കുന്നവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ എന്നൊരു പാഠം കൂടി ഹിജ്റയിൽ നിന്ന് വായിച്ചെടുക്കാൻ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് വിജയമുറപ്പിക്കണമെങ്കിൽ കൃത്യമായ ആസൂത്രണം, പ്ലാനിങ് ഉണ്ടാകണമെന്നുള്ളതാണ്. അത് ഹിജ്റ നൽകുന്നൊരു വലിയ പാഠമാണ്. നിങ്ങളുടെ ബിസിനസ്സിലാവട്ടെ,
നിങ്ങളെ ദീനീ കാര്യത്തിലാവട്ടെ, കുടുംബ വിഷയത്തിലാവട്ടെ, നിങ്ങൾ നിലപാടെടുക്കുന്ന ഇറങ്ങി പുറപ്പെടുന്ന ഏത് വിഷയത്തിലാവട്ടെ, നിങ്ങൾക്ക് കൃത്യമായ വിജയം ഉറപ്പിക്കണമെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഉണ്ടാകണം, ആസൂത്രണം ഉണ്ടാകണം എന്നത് ഹിജ്റ നൽകുന്നൊരു പാഠമാണ്. എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി തീരുമാനമെടുക്കലല്ല, പിന്നെ അല്ലെങ്കിൽ അതൊക്കെ അപ്പോഴല്ല, അത് അപ്പം ആലോചിക്കാം എന്ന് പറയലല്ല. കൃത്യമായ മുന്നൊരുക്കം, അത് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നു ഹിജ്റയുടെ, റസൂലിൻ്റെ ഹിജ്റയുടെ ഓരോ ചലനങ്ങളും അങ്ങനെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ടുണ്ടായതല്ല, അല്ലല്ലോ, പെട്ടെന്ന് ഉണ്ടായതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യത്തെ വഹി ലഭിച്ച സമയം തന്നെ ഈ ബോധ്യമുണ്ട്. എപ്പോ? 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിട്ട് വഹി ലഭിച്ചല്ലോ. ആ ആദ്യ വഹി ലഭിച്ച ദിവസം തന്നെ ഈ ബോധ്യം റസൂലിന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? ആ മറിയിൽ നിന്നിട്ട് ഓടി വന്ന് ഖദീജ ബീവിയുടെ അടുത്ത് വന്ന് പുതപ്പിട്ട് മൂടാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നബിയെയും കൂട്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്നൊരു പണ്ഡിതൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജിബ്രീൽ എന്ന മാലാഖയാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച ശേഷം, താങ്കൾ നബിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നൊരു വർത്തമാനമുണ്ട്: താങ്കളെ താങ്കളുടെ ജനത, താങ്കളുടെ നാട്ടുകാർ താങ്കളെ നാട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടും മറ്റൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ജനത, എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ? അന്നേ പറഞ്ഞു വറഖത്ത് ബിൻ നൗഫൽ, അതെ, ഈ ദീനുമായിട്ട് പോയാൽ താങ്കളുടെ ജനത താങ്കളുടെ നാട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കും, മറ്റൊരു നാട്ടിലേക്ക് താങ്കൾക്ക് പോകേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഹിജ്റ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ടുണ്ടായ യാദൃച്ഛികമായിട്ടുണ്ടായതൊന്നല്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനിങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട് എന്നാണ്. മദീനയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നടത്തിയ പ്ലാനിങ് ഉണ്ടല്ലോ, അത് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അത് മാതൃകയാണ്. പ്ലാനിങ് എക്സ്പേർട്ടുകൾക്ക്, മാനേജ്മെൻറ്റ് വിദഗ്ധർക്കൊക്കെ അതിലൊരുപാട് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട് ഈ കാലഘട്ടത്തിലും. മദീനയിലേക്ക് പോകും മുമ്പേ തനിക്കും അനുയായികൾക്കും മദീനക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സുരക്ഷയും സംരക്ഷണവും റസൂൽ വളരെ നേരത്തെ ഉറപ്പുവരുത്തി. അതാണ് 1-2 അഖബ ഉടമ്പടികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. താൻ യാത്ര പോകുമ്പോൾ തനിക്ക് വിശ്വസ്തനായൊരു സുഹൃത്തുണ്ടാകണം, അത് ഗുണം ചെയ്യും തനിക്കെന്ന് റസൂൽ നേരത്തെ കണ്ടുവച്ചു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്കുള്ള അനുവാദം ചോദിക്കുമ്പോഴൊക്കെ കാത്തിരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. കാരണം അങ്ങനെ ഹിജ്റയ്ക്കുള്ള അനുവാദം കിട്ടുമ്പോൾ എനിക്കൊപ്പം കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊണ്ടാണ്. ഇതൊക്കെ പ്ലാനിങ്ങിൻ്റെ ചില ഭാഗങ്ങളാണ്. തൻ്റെ തലയെടുക്കാനുള്ള ശത്രുക്കളെ രഹസ്യ നീക്കങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയിക്കുകയും 2 ഒട്ടകങ്ങളെ സംഘടിപ്പിക്കാൻ തയ്യാറാക്കാൻ പറയുകയും ചെയ്തു. വെള്ളവും ഭക്ഷണവും കൊണ്ടുവരാൻ വേറെ ചില അസ്മാ റളിയല്ലാഹു അൻഹയെ ഏർപ്പെടുത്തി. തന്നെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ നേരം പുലരുവോളം ആ ശത്രുക്കളെ അങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ താൻ കിടന്ന വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹു കിടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്തിനാ? ശത്രുക്കളെങ്ങാനും ഇടക്കങ്ങോട്ട് വീട്ടിലേക്ക് നോക്കിയ അവിടെ ബെഡ് കാലി അല്ലെങ്കിൽ കിടന്ന സ്ഥലം കാലിയായി കിടക്കുന്നത് കാണാൻ പാടില്ല. അങ്ങനെ കാണുമ്പോൾ അവർ തിരിച്ചറിയും മുഹമ്മദ് രക്ഷപ്പെട്ടു, തിരിഞ്ഞ് വരാൻ തുടങ്ങും. ഒളിക്കേണ്ടടുത്ത് എത്തി ഒളിക്കുന്നതിന് മുമ്പേ പിടിക്കപ്പെടും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ നടത്തി. എന്താ? ഞാനിവിടെ നിണിച്ചു പോകും, നേരം പുലരുവോളം ശത്രുക്കൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് വല്ലവനും ഈ ഈത്തപ്പന ഓല കൊണ്ട് മടന്ന വീട്ടിലേക്ക് അങ്ങനെ എത്തി നോക്കിയാൽ തന്നെ എൻ്റെ സ്ഥലത്ത് വിരിപ്പ് പുതച്ച് കിടക്കുന്ന, പുതപ്പ് പുതച്ച് കിടക്കുന്ന ഒരാൾ അവിടെ ഉണ്ടാകണം. അങ്ങനെ അബൂബക്കർ അലി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നിശ്ചയിച്ചു. അർദ്ധരാത്രി ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് വീട്ടിൽ നിന്നിറങ്ങി അബൂ റളിയല്ലാഹുവിൻ്റെ വീട്ടിലെത്തി. അങ്ങനെ മദീനയുടെ ഓപ്പോസിറ്റുള്ള സൗർ മലയിൽ കയറി ഒളിച്ചിരുന്നു എന്ന ഇതിൽ ഓരോ വരിയിലുണ്ട് ആ പ്ലാനിങ്ങിൻ്റെ ചിത്രങ്ങൾ. മക്കയിൽ നിന്ന് ഇറങ്ങിയിട്ട് മദീനയ്ക്ക് പോണ വഴിക്കല്ല. സൗർ ഗുഹ എന്ന് പറയുന്നത്, സൗർ മല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന്. മക്കയുടെ വടക്ക് ഭാഗത്താണ് മദീനയെങ്കിൽ തെക്കോട്ട് റസൂൽ യാത്ര ചെയ്തത്. അങ്ങനെ അറഫയിലേക്കുള്ള വഴിയിൽ 5.5 കിലോമീറ്റർ സഞ്ചരിച്ച് കുറച്ച് ഉയരത്തിലുള്ള സൗർ മലയിൽ കയറി ഒളിച്ചിരുന്നു, ഗുഹയിൽ ഒളിച്ചിരുന്നു എന്നാണ്. എന്താ കാര്യം? നേരം വെളുത്ത് റസൂലിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ചൊടുങ്ങനെ ഇങ്ങോട്ട് അണിച്ചോടുക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഡയറക്റ്റ് റൂട്ടിൽ അന്വേഷിച്ച് വരിക. അപ്പോൾ അത് കാണാൻ പാടില്ല. അപ്പം ആ ആലോചന, പ്ലാനിങ് നോക്കൂ നിങ്ങൾ.
നേർക്ക് നേരെ ശത്രുക്കളൊക്കെ എന്ത് ചെയ്യും? ഒട്ടകം കുതിരയൊക്കെ എടുത്തിട്ട് നേരെ മക്കയിൽ നിന്ന് മദീനയൊക്കെ ഓടുക. ഏത് റൂട്ടിലൂടെ? നേർക്ക് നേരെ ജനങ്ങൾ പോകുന്ന റൂട്ടിലൂടെ പോകും. അപ്പം അതില്ലാതിരിക്കാനും പിടിക്കപ്പെടാതിരിക്കാനും ആ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഓപ്പോസിറ്റ് വഴിയിലൂടെ സഞ്ചരിച്ച് വളഞ്ഞ് കറങ്ങിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഹിജ്റയുമായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭക്ഷണം കൊണ്ട് വരെ ഏൽപ്പിച്ചത്, പകല് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ആളേർപ്പാടാക്കിയത്, പിന്നെ തങ്ങൾ നടന്നു പോകുന്ന ഭാഗത്ത് കൂടെ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞത് എന്തിന്? കാലടയാളങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നത് വരെയുമുള്ള ചരിത്രത്തിൻ്റെ ഓരോ വരികളും നമ്മൾ പഠിക്കുമ്പോൾ എത്രത്തോളം കൃത്യമായ പ്ലാനിങ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് ചരിത്രം പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താ? സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും കൃത്യമായ ആസൂത്രണം ഉണ്ടാകണം, പ്ലാനിങ് ഉണ്ടാകണം. എങ്കിലേ നിങ്ങൾക്ക് അവിടെ ആത്യന്തിക വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വല്ലാത്തൊരു മെസ്സേജ് ഹിജ്റയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവൻ ഒരിക്കലും കൈവിടില്ല, പടച്ച റബ്ബ് കൂടെ ഉണ്ടാകും എന്ന ഉറച്ചൊരു വിശ്വാസം. ഗുഹാമുഖത്ത് ശത്രുക്കൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സൗർ ഗുഹയുടെ മുമ്പിൽ. ഈ സൗർമലയ്ക്ക് സൗർമല എന്നൊക്കെ പേര് വരാനുള്ളൊരു കാരണം കൂടിയുണ്ട്. മക്കയിൽ നിന്ന് നോക്കിയാൽ ആ മല ഇങ്ങനെ ഒരു കാളയുടെ, സൗർ പറഞ്ഞ കാള എന്നാണ്, ഒരു കാളയുടെ ആകൃതിയിലാണ് അത്ര ഇത് തോന്നുന്നത്. അതുകൊണ്ട് ആ മലയ്ക്ക് സൗർ ഗുഹ സൗർമല എന്നൊക്കെ പേര് വരാൻ കാരണം എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായിരുന്നാലും ആ സൗർ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനും നബി ഇരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ശത്രുക്കൾ വന്ന് നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിങ്ങനെ പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് സുഖമാണ്. മക്കയിൽ നിന്ന് മദീനയ്ക്ക് പോണ വഴിയാണ്, ഒരുപാട് തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്, ശത്രുക്കളെ കയ്യിൽപ്പെടാതെ പോവുക. പക്ഷെ ആ സൗർ ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഗുഹയുടെ മുമ്പിൽ വന്നിട്ട് നിൽക്കുകയാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ, ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മുമ്പിലുള്ള ശത്രുക്കളെ മുട്ടുകാലിങ്ങനെ കാണാം. എന്തായിരിക്കും അവസ്ഥ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചു, ആകപ്പാടെ ബേജാറായി. അപ്പം നബിയോട് പരാതി പറഞ്ഞപ്പോൾ അവർ നമ്മളെ കാണൂലേ, പിടിക്കൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി ചിരിച്ചു ചോദിക്കുന്നുണ്ട്, മാ വന്നക്കയ അബൂബക്കർ ബിസ്നൈനില്ലാഹി സാലിസുഹുമാ, മൂന്നാമതായിട്ട് പടച്ചവനുള്ള രണ്ടാളെക്കുറിച്ച് എന്താ അബൂബക്കർ എന്നെ വിചാരം? ഇത് വല്ലാത്തൊരു പ്രതീക്ഷയുടെ വർത്താനാണത്. കണ്ടോ, നമ്മൾ രണ്ടാളല്ല അബൂബക്കറെ, മൂന്നാമത് പടച്ചോനുണ്ട്. മൂന്നാമതായിട്ട് പടച്ചോനുള്ള രണ്ടാളുകളെ കുറിച്ച് എന്തിനാ ബേജാറാകുന്നത്? പടച്ചോൻ കൈവിടൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ ശത്രു ആ നിൽക്കുന്ന ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെങ്ങാനും എന്തായാലും ഈ മലങ്ങട്ട് കയറി വന്നതല്ലേ, നമുക്കൊന്ന് താൻ നോക്കെന്ന് പറഞ്ഞ് നോക്കിയാൽ പോയില്ലേ കാര്യം? അങ്ങനെ നോക്കാൻ പോലും അവർക്ക് തോന്നിയില്ലല്ലോ. തോന്നാതിരിക്കാനുള്ള രംഗങ്ങളത് ഉണ്ടാക്കിയില്ലേ അവിടെ എന്ന് പറഞ്ഞാൽ, പടച്ച റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ റബ്ബ് ഞങ്ങളെ കൈവിടില്ല എന്ന വല്ലാത്തൊരു പ്രതീക്ഷയും അചഞ്ചലമായ വിശ്വാസവും ഇത് എക്കാലത്തെയും വിശ്വാസികൾക്ക് ഉണ്ടാകണം. ഇത് ഹിജ്റ നൽകുന്ന വല്ലാത്തൊരു പാഠമാണ്. ഇങ്ങനെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. വെറുതെ ഇങ്ങനെ കഥ കേട്ട് പോകുന്നതിന് പകരം ഓരോ വർഷവും ഹിജ്റയെക്കുറിച്ച് ഇങ്ങനെ ഏതൊക്കെയോ തരത്തിൽ ഓർത്തു പോകുന്നതിന് പകരം ഈ ത്യാഗനിർഭരമായ ഹിജ്റയിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും നമുക്ക് കഴിയണം. അപ്പോഴേ ഹിജ്റകൾ പ്രസക്തമായിട്ട് മാറൂ. ഹിജ്റ എന്നാൽ വെടിയുക എന്നാണ് അർത്ഥം. ഹിജ്റ എന്നാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. താൻ അംഗീകരിച്ചിട്ടുള്ള ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിന് വേണ്ടി ജീവിതത്തിൽ എന്തും വെടിയാനും ഒഴിവാക്കാനും തയ്യാറാകുന്നതിൻ്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിലൊന്നും നിങ്ങൾക്കൊരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടെന്ന ഹിജ്റ ചെയ്യാനുള്ള അവസരമൊന്നും ഇപ്പം ആയിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ടുന്നൊരു ഹിജ്റയുണ്ട്. അതെന്താ ഹിജ്റ എന്നറിയോ? ഇസ്ലാമിക സംസ്കാരത്തിലേക്കുള്ള തിരിച്ചു മടക്കമാണ്. നമ്മെ അധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു സംസ്കാരങ്ങളെ വെടിയലാണ്, ഒഴിവാക്കലാണ് ഈ കാലഘട്ടത്തിൽ ഹിജ്റ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, സുഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹിജ്റയെക്കുറിച്ച് റസൂലിനോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, മക്കം ഫത്തഹിന് ശേഷം ഹിജ്റ അല്ല എന്നാ പറഞ്ഞേ. വലാകിൻ ജിഹാദും വനിയ്യ,
ജിഹാദുണ്ട്, നിയ്യത്തുണ്ട് എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മക്ക വിജയത്തിനു ശേഷം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോകുന്ന ഹിജറയില്ല, അതിൻ്റെ ആവശ്യം വരൂല. എന്നാൽ ജിഹാദും നിയ്യത്തുമുണ്ട് എന്ന് പറഞ്ഞു. അഥവാ ഇനി വരും കാലഘട്ടങ്ങളിൽ ഹിജറയിലൂടെ ഗുണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവസാനിച്ചു. എന്നാൽ നിങ്ങൾ നിർവഹിക്കുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ നിയ്യത്തുണ്ടല്ലോ, സതുദ്ദേശമുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ഹിജറയുടെ പുണ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്കതിലൂടെ കഴിയുമെന്നൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവിയെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തേണ്ടുന്ന ഹിജറ ഒരു നാട്ടിൽ നിന്ന് ഓടി മറ്റൊരു നാട്ടിലേക്ക് പോകലൊന്നുമല്ല. അതിൻ്റെ പ്രശ്നമൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലൊന്നും ഇവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നും നമുക്കില്ല. നമ്മൾ ചെയ്യുന്നില്ലെന്നുള്ളത് വേറെ കാര്യം. ഇപ്പം നമ്മൾ നിർവഹിക്കേണ്ട ഹിജറ ഏതാ? ഇസ്ലാമികമായ ഒരു സംസ്കാരം നമുക്കുണ്ടായിട്ടും ഇസ്ലാമിക സംസ്കാരത്തെ അവഗണിക്കുകയും അന്യമത സംസ്കാരങ്ങൾ അത്രമേൽ നമ്മളെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെയും ദീനിന് വേണ്ടി ഒഴിവാക്കുകയും വെടിയുകയും ദീനിന്റെ സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും ചെയ്യലാണ് ഈ കാലഘട്ടത്തിലെ ഹിജറ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിലകൊള്ളുവാനും ദീൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ ഉന്നതമായ ഉദാത്തമായ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ ആ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിക സംസ്കാരത്തെ നടപ്പിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.